നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്ന് പ്രവചിച്ചു നോക്കാം കേട്ടോ. ആദ്യം ഇന്നലത്തെ അലങ്കാരം പറയാം. ഇന്നലെ ദാമോദര ലീലയായിട്ടായിരുന്നു ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഉരല് പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ യശോദാമ്മ. നല്ല തിളങ്ങി നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു. ഇന്നലത്തെ അലങ്കാരം കണ്ടപ്പോൾ നല്ല സന്തോഷമാണ് തോന്നിയത് കേട്ടോ. കാരണം നമ്മൾ എഴുതിയത് ഇന്നലെ നാരായണീയം പകർത്തി എഴുതിയത് 47ാമത്തെ ദശകമാണ് ലൂഖലബന്ധനം. അത് തന്നെയാണ് ഭഗവാൻ ഇന്നലെ അലങ്കാരമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നരസിംഹ ജയന്തി ആയതുകൊണ്ട് തന്നെ നരസിംഹ അവതാരമായിരിക്കും അലങ്കാരമായിട്ട് ചാർത്താന്നൊക്കെ. പക്ഷെ എങ്കിലും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. നമ്മൾ എഴുതുന്ന അതേ ദശകം തന്നെ, ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ എഴുതുന്ന ദശകം തന്നെ അലങ്കാരമായിട്ട് ഭഗവാൻ വരുന്നതും. അപ്പൊ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഭഗവാൻ, നമ്മളെല്ലാം കാണുന്നുണ്ട്, നമ്മൾ നാരായണീയം പകർത്തി എഴുതുന്നതൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പിന്നെയും പിന്നെയും മനസ്സിലാക്കി തരുന്ന അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു അലങ്കാരം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദാമോദര ലീല ആയിരിക്കും എന്ന് ഏറ്റവും ആദ്യം പ്രവചിച്ചത് യമുന സീറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തയാണ്. അപ്പൊ യമുന ചേച്ചിയുടെ അടുത്ത് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അപ്പൊ അത് ഇന്നലത്തെ അലങ്കാരമായിരുന്നു. നമുക്കിനി ഇന്നത്തെ അലങ്കാരം എന്തായിരിക്കും നോക്കാം. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ് കേട്ടോ. വെള്ളിയാഴ്ചയും കൂടിയാണ്. ഇന്നും വളരെ വിശേഷപ്പെട്ട ദിവസം തന്നെയാണ്. ബുദ്ധപൂർണിമയാണ്, വൈശാഖത്തിലെ പൗർണമിയാണ്, കൂർമാവതാരം ഉണ്ടായിട്ടുള്ള ദിവസമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ വിശേഷമാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്കും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പം ഇന്ന് ഭഗവാനെ സേവിക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതും മഹാലക്ഷ്മി പൂജകൾ ചെയ്യുന്നതും ഒക്കെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ അലങ്കാരം എന്തായിരിക്കും എന്ന് നമുക്ക് പ്രവചിച്ചു നോക്കാം. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ദർശനം നൽകുക എന്നുള്ളത് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ചൂടായിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ.